അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വാവയുടെ 28ൻ്റെ അതായത് നൂലുകെട്ട് എന്നൊക്കെ പറയണ ആ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ പരിപാടി നടക്കുന്നത് ദുബായിലാണ്. അപ്പോൾ നമുക്ക് ദുബായിലേക്ക് എത്തണം. പിന്നെ നമുക്കറിയാലോ, നമുക്ക് ഈ 28 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് ഡേ, ആ ഒരു ഡേറ്റ് എന്നല്ല, ആ ഒരു ഡേയിൽ തന്നെ, അതായത് 28 ദിവസം കറക്റ്റ് ആകുമ്പോൾ തന്നെയായിരിക്കും നമ്മൾ ആ ഒരു ദിവസത്തെ ആ ഒരു ചടങ്ങ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വർക്കിൻ്റെ ആണ് കേട്ടോ, വീക്കെൻഡൊന്നും അല്ല. അപ്പോൾ നമുക്ക് അബുദാബിയിൽ നിന്ന് ദുബായ് വരെ എത്തും വേണം. കുട്ടികളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അവരെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്കിനി ദുബായിലേക്ക് പോകാനായിട്ട്. പിന്നെ ഭാഗ്യത്തിന് കുട്ടികൾ KG ക്ലാസ് ആയതുകൊണ്ട് അവർക്ക് അധികം നേരം ക്ലാസ് ഇല്ല. ഉച്ചയാകുമ്പോഴേക്കും കഴിയുന്ന നേരം നമുക്ക് നേരത്തെ അവരെ വിളിച്ചിട്ട് ഇറങ്ങാൻ പറ്റും. അങ്ങനെ സ്കൂളിൻ്റെ അവിടേക്ക് എത്തിയിട്ട് രണ്ടാളെയും പിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം സമയം ഊഹിക്കാമല്ലോ. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 12:30-12:45 അത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കുമല്ലോ ഇനി ദുബായിലേക്ക് എത്താനായിട്ട്. സാധാരണ നമ്മൾ പറയും ഇങ്ങനത്തെ 28ൻ്റെ ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ രാവിലെയൊക്കെ ആയിരിക്കും ചെയ്യാന്നുള്ളത്. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല. നമുക്ക് പങ്കെടുക്കുന്നവരുടെ ആ ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ സമയമൊക്കെ നോക്കണത്. അങ്ങനെ നമുക്കങ്ങനെ സമയം കാര്യമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പോണ വഴിക്ക് പിന്നെ അനിയത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ 28 എന്ന് പറയുന്നത് അനിയത്തിയുടെ കുഞ്ഞു മോൻ്റെയാണ് കേട്ടോ. കുഞ്ഞു വാവ നമ്മുടെ വീട്ടിലിപ്പോൾ പുതിയൊരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ മോൻ്റെയാണ് ഇന്ന് 28. അപ്പോൾ അതിന് വേണ്ടി പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും പൂവോ കാര്യങ്ങളോ ഒന്ന് നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത് അങ്ങനത്തെ ചെറിയ ചെറിയ കടകളൊക്കെ ഉള്ള കാരണം നമ്മൾ കുറച്ച് ഇങ്ങനത്തെ ഈ ഓറഞ്ചും മഞ്ഞ ഇങ്ങനത്തെ ജമന്തി ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോകണം. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊന്ന് നിർത്തിയതായിരുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് വേണം, വലിയ കാര്യമായിട്ടുള്ള ഒരു ഡെക്കറേഷനൊന്നുമല്ല, എന്നാലും ഒരു 28 എന്നൊക്കെ പറയുമ്പോൾ ചെറുതായിട്ടൊന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിന്. അങ്ങനെ പക്ഷേ അത്യാവശ്യം പൂക്കൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പൂക്കളുടെ ആവശ്യം തന്നെ നമുക്ക് വന്നില്ല. പിന്നെ പോണ വഴിക്ക് ഉച്ചയൊക്കെ ആയിട്ടുള്ള ഒരു സമയമായതുകൊണ്ട് നമ്മൾ പിന്നെ ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് പെട്രോൾ പമ്പിൽ കയറിയിട്ട് കുറച്ച് ഇങ്ങനെ ചെറിയ രീതിയിലൊന്ന് നമ്മുടെ വിശപ്പൊക്കെ മാറ്റാനുള്ള അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കഴിച്ചു. അബുദാബി ടു ദുബായ് പോണ ഈ ഒരു റോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാര്യം എല്ലാവർക്കും ഇത്രയും ഇങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട് ഇഷ്ടമുണ്ടാവില്ല. 1.5-2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കാമെന്ന് പറയുമ്പോൾ. പക്ഷേ എനിക്കിങ്ങനെ വണ്ടിയിൽ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാനും ഇഷ്ടമാണ്, ഇങ്ങനത്തെ യാത്രകളും ഇഷ്ടമാണ്. പിന്നെ ഈ പോകുന്ന റോട്ടിലാണെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഒരു സൈഡ് നിറച്ച് ഇങ്ങനെ മരങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു റോഡ് കാണുമ്പോൾ എപ്പോഴാണെങ്കിലും ഒന്ന് വീഡിയോ എടുക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് തോന്നും. കാരണം അതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട്. പിന്നെ നമ്മളിതാ ഗ്ലോബൽ വില്ലേജ് എത്തിയിട്ടുണ്ട്. ഇനി അനിയത്തിയുടെ അവിടേക്ക് ഇനി ഒരു 10-15 മിനിറ്റ് മാക്സിമം അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും പിന്നെ നമ്മുടെ ലഞ്ചിൻ്റെ ഒരു സമയമൊക്കെ സത്യം പറഞ്ഞ സമയം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുള്ളതൊക്കെ ഇങ്ങനെ ടേബിളിൽ സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ പറയും 28ൻ്റെ അന്ന് നമ്മൾ സദ്യ ആയിരിക്കും എന്നുള്ളത്. പക്ഷെ നമുക്ക് ഈ പച്ചക്കറി സദ്യ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു നോൺ വെജ് സദ്യ ആയിരുന്നു. നമുക്ക് കഴിക്കാനൊക്കെ ഇഷ്ടം, നമ്മളുടെ ഇഷ്ടം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ, പിന്നെ എന്താ പറയുക, പോർക്ക്, എന്തൊക്കെയായിരുന്നു എന്ന് സത്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ഏകദേശം 1 മാസമായി ഇത് കഴിഞ്ഞിട്ട്. കാബേജ് തോരൻ, അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ വന്ന വഴിക്ക് ആദ്യം ഫുഡ് കഴിക്കുകയായിരുന്നു ചെയ്തേട്ടോ. കാരണം കഴിക്കുന്ന ഒരു സമയമൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 4-4:30 ആയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു നമ്മളവിടെ എത്തി ഫുഡ് കഴിക്കായിരുന്നപ്പോൾ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നൂലുകെട്ടിനുള്ള പരിപാടിക്കായിട്ടുള്ള ആ ഒരു ട്രേയോ ആ ഒരു ഇതൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുമായിരുന്നു. അതായത് അരയിൽ കെട്ടാനുള്ള ചരടും അരഞ്ഞാണും, പിന്നെ കണ്ണ് വിധിക്കാനുള്ള കൺമഷി, പിന്നെ കരിവളകൾ, പിന്നെ ഒരു പ്ലേറ്റിൽ ഉണ്ണിക്ക് കൊടുക്കാനായിട്ടുള്ള ചോറും ഉപ്പും പുളി. ഇതൊക്കെയാണ് നമ്മുടെ സൈഡിൽ ചെയ്യാറ്. ഇനി ഇത് ഓരോ നാട്ടിലും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ നമ്മുടെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ഈ കുട്ടിപ്പട്ടാളത്തിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും നമ്മുടെ ഇന്നത്തെ മെയിൻ താരം റെഡിയായി വന്നിട്ടുണ്ട്. ആൾ നല്ല സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട്, പിന്നെ വന്ന സമയത്ത് നല്ല ഉറക്കമൊക്കെ ആയിരുന്നു. കറക്റ്റ് സമയമൊക്കെ ആയി വന്നപ്പോൾ ആൾ പതുക്കെ കണ്ണൊക്കെ തുറന്ന് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫുഡ് തന്നെ കഴിച്ച കാരണം നല്ലൊരു സുഖം. പിന്നെ കുറച്ചുകൂടി ലേറ്റായിട്ടൊക്കെ കഴിച്ച കാരണേ അങ്ങനെ നല്ല മീൻ കറിയും ചിക്കനും പോർക്കും നല്ല മീൻ വറുത്തതും എല്ലാം കൂടി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മുടെ പ്രെയറൊക്കെ നടത്തിയത്. നമ്മുടെ 28ൻ്റെ അന്ന് ചെല്ലാനായിട്ട് നമുക്കൊരു പ്രത്യേക ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയൊക്കെ ചെല്ലിയതിന് ശേഷം പിന്നെ നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ കിടക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് എല്ലാം. കാരണം സാധാരണ എപ്പോഴും പകലാണ് ഇതൊക്കെ ചെയ്യുക. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന, നമുക്ക് എല്ലാവർക്കും വരാൻ പറ്റുന്ന, നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ പരിപാടി ചെയ്തത്. അങ്ങനെ നമ്മുടെ പ്രെയറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ ചടങ്ങെന്ന് പറയുന്നത് അരയിൽ ചരട് കെട്ട, അതായത് ചരടും പിന്നെ നമ്മൾ ഈ അരഞ്ഞാണും കൂടിയിട്ട് ഉണ്ണിയുടെ അരയിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് കെട്ടുന്നതിൻ്റെ ഒരു പരിപാടിയിലാണ്. അപ്പോൾ ചേട്ടനും ചേച്ചിയൊക്കെ നോക്കിയിരിക്കുകയാണ് എന്താ ചെയ്യണമെന്നുള്ളതൊക്കെ. പിന്നെ ചോറും ഉപ്പും പുളിയും കൂടിയിട്ട് ഉണ്ണിക്ക് വായിൽ വെച്ച് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടിയപ്പോൾ ആൾ നോക്കുന്നുണ്ട് ഇത് എന്താണ് സംഭവം എന്നുള്ളത്.
ഫസ്റ്റ് ടൈം ആയിരിക്കുമല്ലോ ഇങ്ങനെ വേറൊരു ടേസ്റ്റ്, പുളി അങ്ങനത്തേൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ണി അറിയണേ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഈ കൺമഷി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കണ്ണെഴുതി പൊട്ടൊക്കെ കുത്തി കൊടുത്തു. നമുക്ക് നമ്മുടെ വീട്ടിലാർക്കും ഈ കണ്ണെഴുതുന്നതിനോടും പൊട്ട് കുത്തുന്നതിനോടും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വലുതായിട്ടൊന്നും ചെയ്തില്ല. പിന്നെ ഒരു ചടങ്ങെന്നുള്ള പോലെയുള്ള കാരണം ചെറുതായിട്ടൊന്ന് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വന്നിട്ടുള്ള എല്ലാവരും ഉണ്ണിയുടെ കയ്യിൽ ഇങ്ങനെ കരിവളം ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ അത്രയും സമയമൊക്കെ ആയപ്പോഴേക്കും ഉണ്ണിയുടെ ക്ഷമയൊക്കെ കെട്ടുവിട്ടാ. കാരണം അത്രയും നേരം ആൾ നല്ല ഡീസൻ്റ് ആയിട്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആൾക്ക് ചെറുതായിട്ട് കരച്ചിലും വാശിയൊക്കെ തുടങ്ങി. പിന്നെ ഉണ്ണിയുടെ ഉറങ്ങണ ഒരു സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇത്ര നേരം തന്നെ ആളിങ്ങനെ ഡീസൻ്റ് ആയിട്ട് ഇരുന്ന് കിട്ടിയത് തന്നെ വലിയ കാര്യം. ഇനി നമുക്കാണെങ്കിൽ ഇന്ന് തന്നെ തിരിച്ച് അബുദാബിയിലേക്ക് പോകുമ്പോൾ വേണം കേട്ടോ. കാരണം ഇതൊരു വീക്ക് ഡേ ആണല്ലോ. ഇനി നാളെ ക്ലാസ്സും ഉണ്ട്, ജോലിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വാവയുടെ 28ൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ ഈവനിങ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ നമ്മൾ ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഇറങ്ങി. അങ്ങനെ ഒരു 9-9:30 ആയപ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തിയിട്ട് പോയി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കുഞ്ഞു വാവയുടെ 28ൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങൾ.